ഈ ഏരിയ മുഴുവൻ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണുള്ളത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറുതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വാഴ നടാമായിരുന്നു, മരച്ചീനി നടാമായിരുന്നു, മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു. എല്ലാറ്റിനും പറ്റിയ മണ്ണാണിത്. മൂപ്പര് റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ വന്നേ. പിന്നെ 3 മാസമുള്ളത് മേടിച്ചിട്ട്. 3 മാസം ഒരു ചെറിയ കാലയളവാണോ? ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വെണ്ട. 5 ദിവസം കൊണ്ട് മുളക്കില്ലേ? വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ? എന്തുകൊണ്ട് വെണ്ട നട്ടില്ല? പോട്ടെ, ചീര നടാമായിരുന്നല്ലോ. അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? വീട്ടിലാളില്ലേ? നാട്ടിൽ പണിക്കാരില്ലേ? കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരിനം ചീരയാണ് നടേണ്ടത്. നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം. പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കിയവരെ ശപിക്കും. മനസ്സിലായോ? അച്ഛാ ചായ. ഈ കുട്ടി ആരാണ് അച്ഛാന്ന് വിളിച്ചത്? രാഘവേട്ടനെ അവനെ വഴിയുള്ളൂ. എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ. ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ കുട്ടി പ്രീ ഡിഗ്രിക്ക് തോറ്റു. ഓഹോ, അപ്പൊ വെണ്ടക്കൃഷിയും ചീരകൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ. നിക്കട്ടെ, മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല. മാമ്പഴമാണോ? അതെ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ? ഇത് ചൊങ്കത്തേനി എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ്. തമിഴ്നാട്ടിലെ ബണ്ടൂരിട്ടിയിൽ ഇത് ധാരാളം ഉണ്ട്. എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തുകൂടാ? ഓയ്യോ, 1.5 ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റുമോ? പറ്റണം, പറ്റിക്കണം. നല്ല മധുരം. വരൂ, മണ്ണ് പരിശോധന തുടരാം. കണ്ടോ, ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ്. ഇവിടുത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും. നൈട്രജൻ കുറവാ, യൂറിയം വേണ്ടി വരും. ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന്. നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ്. ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ. ബാലരാമപുരത്തും കുറ്റ്യാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ട്. അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ. പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ഒരാൾ കാലുതെറ്റി വീണ അതിലെന്തത്ര ചിരിക്കാനുള്ളത്? ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കയ്യിൽ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ. പോലീസ് സ്റ്റേഷൻ. അടി നടക്കുന്നു. എവിടെ? ഓ, മരിച്ചെന്നോ? ശരി. ഇസ്മായിൽ, അപ്പാ ജീപ്പ് എടുക്കാൻ പറ. ജംഗ്ഷനിൽ അടി നടക്കുന്നു. ആരോ മരിച്ചെന്ന്. ആര് തമ്മിലാണ് സംഘടന ഉണ്ടായത്? സാർ, ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല. താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. സംഭവം നടന്നത് ഇവിടെ അല്ലേ? താൻ ദൃക്സാക്ഷിയല്ലേ? RDPയുടെ കുറെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു. ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാ നേതാവും പിന്നെ 1-2 പേരും. എന്നിട്ട് കടയിൽ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങിയില്ല. അരമണിക്കൂർ മുമ്പ് ഉത്തമൻ 10-15 ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു. അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിയായിരുന്നു സാറേ. പിന്നെ എന്റെ പക്ഷം ചേരാനെന്ന മട്ടിൽ കുറെ INSPക്കാരും അടുത്തുകൂടി. വഴക്ക് പിന്നെ അവരൊന്നിലായി. കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടി തുടങ്ങിയത്. ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ 2 കൂട്ടർ ഓടിക്കളഞ്ഞു. ഈ മരിച്ചയാൾ ആരാണ്? മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? നമ്മുടെ രക്തസാക്ഷി. INSPക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDPയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSPക്കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിച്ചിരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാൻ കെട്ട
തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പൊതിപ്പിച്ചോടെ? ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ. സംഗതി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ പിന്നെ സംഘടന വണ്ടി തിരിച്ചു വിടും. സംഘടനമല്ല, മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചെടുക്കുന്നോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെ ആയാലും ഡെഡ് ബോഡി ആർഡിപിക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSP കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തെ, അതിൽ കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിലിട്ട് കൊടുക്കുക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. പിടി. ആ തൽക്കാലം ഏതായാലും മതി. ഇന്നലെ മേടിച്ചതാ. ഒരു അപകടം എടുത്തില്ലാണ് പൈസ നടക്ക്. KRP ഒന്ന് ഉത്സാഹിക്ക്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻ കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക ഞങ്ങൾ ഇട്ടിലാച്ചിട്ട് അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയാർ INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊരിക്കയിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും. ഓടാ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദം ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSPക്കാരൻ ചോപ്പ് കൂടി ഒന്നിച്ച് നോക്കിക്കണം. ഒരു തൊട്ടാ ശവങ്ങൾ ഇനിയും വീഴും. വീഴട്ടെ, അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് കൊന്നുകളയില്ലാത്ത ബോഡി ആംബുലൻസ് കെട്ട്. ഇൻസ്പെക്ടർ, വിലാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി, അത് മറക്കരുത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. RDP സിന്ദാബാദ്. RDP സിന്ദാബാദ്. RDP സിന്ദാബാദ്. ചലോ ചലോ ഹോസ്പിറ്റൽ. ചലോ ചലോ ഹോസ്പിറ്റൽ. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. RDP കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന INSPയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. RDPക്കാരായ ചില ആളുകൾ അവരുടെ പതാകയിട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ INSPയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് INSPയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും. അതെ അതെ, മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു. എല്ലാ പത്രക്കാരും വിളിച്ച് INSP പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം. ബാക്കി ഞങ്ങൾ ഏറ്റു. പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. എന്താ എങ്ങനെ തിരക്കോ? എന്താണ് മന്ത്രി സാറേ, നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നതിലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ. ഇല്ല, പ്രതികളൊക്കെ ഒളിവിൽ പോയി. ഓക്കെ 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 സാർ, ഭാരത് മാതാ കി ജയ്. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവിൽ പോയാലും നമുക്കൊരു പ്രശ്നമില്ല. അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും RDPക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പോടെയും ചായയും. വരൂ.
ഈ പരിപ്പോടും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. അവരെപ്പോഴും നോക്കണ്ടെന്നേ. രാഘവേട്ടന്റെ മക്കൾക്ക് കുറച്ചു ദിവസത്തേക്ക് കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി. മരിച്ചയാള് ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു? ഏയ്, അയാള് പാർട്ടി ദോഷമൊന്നും ഇല്ലാത്തൊരു നല്ല മനുഷ്യനാ. രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായി ഇടിക്കാൻ ശ്രമിക്കല്ലേ. എന്റെ മക്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഇങ്ങനെയാ. രാത്രിയെന്നോ പാലെന്നോ ഒന്നും നോക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം. അല്ലേ അച്ചു? എഴുതി ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ടീച്ചർ അവിടെ തനിച്ച. ഊണ് കഴിച്ചിട്ട് പോവാ അച്ചുതാ. അയ്യോ, വേണ്ടാനായിട്ടാണേ. നല്ല ആളാ. ആരാ ഇത്? വരിക. എന്ത് വരിക? ആ തെങ്ങിന്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ? ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നടക്കും. ഇൻട്രസ്റ്റ് ആയിട്ടല്ല. എന്താ തൈ കിട്ടുവോ? ദൈവം സഹായിച്ച് തൈ കിട്ടാനില്ല. സീസൺ അല്ലേ സാറേ? ഇതെന്താ പരിപാടി? തെങ്ങിനിടാന്ന് വിചാരിച്ച്. ഓഹോ, എന്തേ? തമിഴ്നാട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാണ് നല്ലത്. എന്റെ സാറേ, ഈ തെങ്ങിന് പൊട്ടാഷ് ആണല്ലോ പ്രധാനം. ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും? പറ, എത്ര പൊട്ടാഷ് കാണും? 1 കിലോ ചാരത്തിൽ കൂടിയ 10-12 ഗ്രാം. അതൊരുമാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും. പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം. യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, മൊറിറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം. തെങ്ങിന് ആളുകൾ ചാരവും ചാണവും ഒക്കെ സാധാരണ ഇടാറുണ്ടല്ലോ. അത് ശരി, എന്നെ പഠിപ്പിക്കേ. അതൊക്കെ പോട്ടെ. ഈ ബാലരാമപുരത്തും കുറ്റിയാടിയിലൊന്നും വിത്ത് തേങ്ങ ഇല്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ലേ അട്ടത്ത് തേങ്ങ അടപ്പുണ്ട്. അതൊന്നും നോക്കട്ടെ. അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചാം. ഭാനു. എന്താ? എന്റെ ഭാര്യയുടെ പേര് ഭാനുമതി എന്നാ. എന്റെ പേര് ഉദയഭാനു എന്നാ. അറിയാം, ഞാനത് ഓർത്തില്ല. ആ ഭാനു, എടി ഭാനു, നീ ചായ എടുത്തു വെക്കേ. ഞാൻ അട്ടത്തേക്കൊന്ന് പോവാ. വാമളെ ഗോവൺ എടുത്തു പോയി. ഒന്ന് പെട്ടെന്നായിക്കോ. സൂക്ഷിച്ചു കാണണം. ഞാൻ മുമ്പ് വീണതാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ? പറഞ്ഞാലും ഗോപണിയുടെ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ. അയ്യോ, ഇതിന് കോണിയൊന്നും വേണമെന്നില്ല. ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന്, ഞാൻ കേറിക്കോളാം. എന്താ ഇവിടെ ബഹളം? മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ആരോടോ താൻ? ഞാൻ തേങ്ങ. താൻ തേങ്ങയോ? കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. അട്ടത്ത് കയറിയാണോ കൃഷി ചെയ്യുന്നത്? വിത്ത് തേങ്ങ സെലക്ട് ചെയ്യാമെന്ന് കരുതി. വേണ്ട, അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളാരാ? എന്റെ മൂത്ത മോനാ. പ്രബേട്ടൻ. ആള് നോർമൽ അല്ലാന്ന് തോന്നുന്നു. ഞാൻ അട്ടത്ത് കയറുന്നതിന് ഇയാക്കെന്താ? ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ടാ. തന്നോട് വീടരുത്. അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ. എല്ലാ റൗഡിസത്തിന്റെ നേതാവിന്റെ വീടാ. ആ ചാക്ക് കെട്ടിരിക്കുന്നില്ലേ അതിനപ്പുറം. അയ്യോ, പോലീസ്! അയ്യോ, ഇതിനെ മോൾ കാണും. അയ്യോ, 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 നിക്കോടെ. ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. ഇയാളങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് പെട്ട് പിടിച്ചില്ലേ? ഇല്ല, ഓടി രക്ഷപ്പെട്ടു. താൻ എവിടുത്തെ എസയാടോ? തന്നെ സ്ഥലം മാറ്റി നോക്കിയോ? സൂക്ഷിച്ച് സംസാരിക്കണം. ആരാ സാറേ അട്ടത്തുനിന്ന് ഇറങ്ങി ഓടിയത്? അറിയില്ല അല്ലേ? ഒരു കൊലക്കേസിലെ 1-ാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒട്ടങ്ങളി കളിക്കുന്നു റാസ്കൽ. സാർ ഞാൻ. താനല്ലേ ഇവിടുത്തെ ഗൃഹനാഥൻ? അതെ. യു ആർ അണ്ടർ അറസ്റ്റ്. കൂടി ഒരു പ്രവർത്തകന്റെ അച്ഛനാ. അറസ്റ്റ് ചെയ്യണ്ട. അധികം വലസാടോ. സ്ഥലം മാറ്റാൻ എനിക്ക് പ്രശ്നമില്ല. കേരള ജീപ്പില് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പുള്ളി നിരപരാധിയാണ് സാർ. അത് കോടതി നിശ്ചയിച്ചോളൂ. അച്ഛന് പ്രാണവേദന, മകന് പുസ്തകം വായന. ഈ നേരത്തെ ഇവന്റെ ഒരു തട്ടുപൊളിപ്പം വായന. മനുഷ്യന് കണ്ണും ചവിടും കേട്ടില്ലോ. ഒന്ന് പതുക്കെ വായിക്കണം പ്രശാന്ത. പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു വാസ് ബോൺ ഓൺ. എന്തായി? ഇന്ന് രാത്രി എന്തായാലും അവിടെ കൂടിയേ പറ്റൂ. നാളെ കാലത്ത് വക്കീലിനെ കൊണ്ടുവന്ന് നോക്കാം. എവിടെ ബാനെടുത്തി? അപ്പൊ കിടക്കണ കിടപ്പ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഇരിക്കൂ. അയ്യയ്യേ, ഇത് എന്തൊരു കിടപ്പാത്.
ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ? രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല. നീ ആളെ കണ്ടോ അച്ചു? ഏയ് കാണാതെ ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കില്ലായിരുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പര് എന്നെ ഏൽപ്പിച്ചത്. ഇനി വേണം സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു വന്ന ആളാ. എനിക്ക് ഇതങ്ങോട്ട് കേൾക്കുമ്പോഴാ അവിടെ ഇപ്പൊ എന്താ സമാധാനക്കേട്? ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉള്ളതാണ് എന്റെ പക്ഷം. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ആവില്ലെങ്കിൽ ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല ഞാനിപ്പോ എന്താ പറയാ? ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. അവര് കരയുന്ന കണ്ടാ വെറുതെ എന്റെ കണ്ണിന്ന് വെള്ളം വരും. സമാധാനിപ്പിക്കാൻ 2-3 വാക്ക് പറഞ്ഞാൽ മതി. അത് മതിയല്ലേ? മതി. ആ വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല. അതായത് ഈ ഒരു നാണയത്തിന്റെ 2 സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം. ഇപ്പൊ കണ്ണീര്, നാളെ പുഞ്ചിരി. അതാണ് ജീവിതം. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട, കുട്ടിയും തീരെ വിഷമിക്കണ്ട. പോട്ടെ. വരണം വരണം. സാർ, ഒരു മുണ്ടെടുക്കാൻ പോലും അനുവദിച്ചില്ലേ? ലോക്കപ്പിൽ അത് പാടില്ല. പ്രതി മുണ്ടുരിഞ്ഞ് ഉത്തരത്തിലോ ജനലടിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക. സാർ, ഈ ഡ്രസ് അങ്ങോട്ട് കൊടുക്കും. ഇരിക്കും മിസ്റ്റർ നായർ, ഇരുന്നോളൂ. ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു, ഇന്ന് നിങ്ങൾ അതല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി. അതെ, മരണകാരണം ഹൃദയസ്തംഭനമാണത്രേ. 3-4 പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ. ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കൊലക്കേസിലെ പ്രതികളേ അല്ലാതായി. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ. അത് കഴിഞ്ഞു എന്ന് കരുതിയാ മതി. മിസ്റ്റർ നായർ, ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്ക്. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ? റാസ്കൽ എന്ന് വിളിക്കുന്നോ? ആ, വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു വർഷം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ?